സർവകലാശാലകളുടെ RSS വൽക്കരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം വിവിധ സർവകലാശാലകളിൽ ഉയർന്നു വരുന്നത്. SFIയുടെ ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ കാണാൻ കഴിഞ്ഞത്. അതിൽ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ശക്തമായ പ്രതിഷേധമുണ്ടായത് കേരള സർവകലാശാല ആസ്ഥാനത്ത് തന്നെയാണ്. അവിടെ പോലീസിന്റെ സുരക്ഷയൊക്കെ മറികടന്നുകൊണ്ട് ഗേറ്റ് തള്ളിമാറ്റിക്കൊണ്ട് ഗ്രില്ലെല്ലാം തള്ളിമാറ്റിക്കൊണ്ട് VCയുടെ ചേംബറിന് മുന്നിൽ വരെ പ്രവർത്തകരെത്തുകയാണ് ഉണ്ടായത്. പക്ഷേ പിന്നീട് പോലീസ് ശക്തമായ ഇടപെടൽ നടത്തുകയും അവിടെ നിന്ന് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ ഓരോരുത്തരെയായി ഇവിടെ നിന്ന് നീക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. വലിയ സംഘർഷത്തിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങി. എന്തായാലും ഇപ്പോൾ ഒരല്പം അയവ് കേരള സർവകലാശാല ആസ്ഥാനത്ത് സംഘർഷത്തിന് ഒരല്പം അയവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രവർത്തകരെല്ലാം ഇപ്പോൾ പുറത്ത് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിക്കുകയാണ്. പക്ഷേ സമരം ഇവിടെ അവസാനിപ്പിക്കില്ല. അതിശക്തമായ പ്രതിഷേധം സമരം തന്നെ ഗവർണർക്കെതിരെ VCമാർക്കെതിരെ തുടരും എന്നാണ് SFIയുടെ നിലപാട്. അതുപോലെ തന്നെ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് സമരത്തിന് പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും എത്തിച്ചേരുകയുണ്ടായിട്ടുണ്ട്. വിവരങ്ങൾ സനിസ ശോഭാചന്ദ്രൻ നൽകും. സനിസ, എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ അവിടെ? ഇപ്പോഴും ഇവിടെ SFI പ്രവർത്തകർ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ കുത്തിയിരുന്ന് സമരം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. നമുക്ക് SFI പ്രസിഡന്റ് ശിവപ്രസാദിന്റെ പ്രതികരണം. വലിയ രീതിയിലുള്ള സമരമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇനിയും സമരം തുടരുമെന്ന് തന്നെയല്ലേ? അതിശക്തമായി തുടരും. കേരളത്തിനകത്ത് ഇന്നലെ ആരംഭിച്ച സമരമില്ലത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖല സംഘപരിവാരവൽക്കരിക്കാനുള്ള RSSന്റെ കേന്ദ്ര നേതൃത്വവും കേരളത്തിലെ സംസ്ഥാന നേതൃത്വവും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്ന പദ്ധതിക്കെതിരായ സമരമാണ്. ഇത് SFI വേഴ്സസ് ഗവർണർ SFI വേഴ്സസ് വൈസ് ചാൻസലർ എന്ന സമരമല്ല. ഇത് കേരളത്തിൽ നമ്മൾ പഠിക്കുന്ന, നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന, ഞങ്ങളെ കേൾക്കുന്ന, ഞങ്ങളെ കാണുന്ന ഈ കേരളത്തിലെ സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ മേഖലയെ, പൊതുവിദ്യാഭ്യാസ മേഖലയെ ചേർത്ത് പിടിക്കാൻ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ്. അവർ നശിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. അവർ നശീകരണവാദികളാണ്. അവർ ഈ രാജ്യത്തെ നശിപ്പിക്കുന്നവരാണ്. രാജ്യത്തിൻ്റെ ഭരണഘടന നശിപ്പിക്കുന്നവരാണ്. രാജ്യത്തിലെ സ്വാതന്ത്ര്യം നശിപ്പിക്കുന്നവരാണ്. അവരിപ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല നശിപ്പിക്കാൻ ശ്രമിക്കുക. അതിനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിനെതിരായി അതിശക്തമായ സമരം കേരളത്തിലെ വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരം അതിശക്തമായി തന്നെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകും. രാജ്ഭവനിലേക്ക് മാർച്ചുണ്ടാവും. VC വരികയാണെങ്കിൽ ഇവിടേക്ക് മാർച്ചുണ്ടാവും. VC കേരളത്തിലെ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് മാർച്ചുണ്ടാവും. ഈ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ലല്ലോ, നിങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തല്ലേ, 4 യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർമാർ, വൈസ് ചാൻസലർമാർ പോവാണ്. എവിടെ? സംഘപരിവാരത്തിൻ്റെ പരിപാടി. വിദ്യാർത്ഥികളെ കേൾക്കാൻ പോയതല്ല, യൂണിവേഴ്സിറ്റിയുടെ വിഷയം പരിഹരിക്കാൻ പോയതല്ല, യൂണിവേഴ്സിറ്റിയുടെ ഫയൽ ഒപ്പിടാൻ പോയതല്ല. RSSകാർ വിളിച്ചെടുത്ത് മുട്ടിലെഴുതാൻ പോയതാണ്. അവർക്ക് എന്താ പോകേണ്ട കാര്യം? ഏത് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റ്യൂട്ടിലാണ് സേവാഭാരതിയുടെ പരിപാടിക്ക് പോകാൻ ഇവർക്ക് അധികാരം കൊടുത്തിരിക്കുന്നത്? ഇവർക്ക് കേരളത്തിലെ ഗവൺമെൻറ്റല്ലേ ശമ്പളം കൊടുക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ നികുതി പൈസയിൽ നിന്നല്ല അവർ ശമ്പളം വാങ്ങുന്നത്. ആ ശമ്പളം വാങ്ങിച്ചിട്ട് മര്യാദകേട് കാണിച്ചിട്ട് കേരളത്തിലേക്ക് നടക്കാം എന്നാണോ VCമാർ വിചാരിക്കുന്നത്? മര്യാദകേട് കാണിച്ചാൽ കേരളത്തിലേക്ക് നടക്കാൻ വിടൂല. അതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇങ്ങനെ മര്യാദകേട് കാണിച്ചൊന്നും കേരളത്തിനകത്ത് നടക്കാം ഒന്നും ഒരു വൈസ് ചാൻസലറും വിചാരിക്കേണ്ടതില്ല. RSS എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ചെവിക്കകത്ത് വെച്ചോണം, തലയ്ക്കകത്ത് വെച്ചോണം. ഇത് കേരളത്തിലങ്ങ് പ്രാവർത്തികമാക്കി കളയാം എന്നൊന്നും RSSകാരും വിചാരിക്കേണ്ട കാര്യമില്ല. അതിനെ തടയും, അതിനെ അതിശക്തമായി ചെറുക്കും, പരാജയപ്പെടുത്തും. അതാണ് ഇന്നത്തെ ചരിത്രം. അതാണ് വർത്തമാനത്തിൽ സംഭവിക്കുന്നത്. അതേ ദിവ്യ, ഈ സംഘപരിവാറിന്റെ യാതൊരുവിധ അജണ്ടയും കേരളത്തിലെ ഈ സർവകലാശാലകളിൽ നടത്തിക്കില്ല. ഇവിടുത്തെ VCമാർ, ഇവിടുത്തെ 4 സർവകലാശാലകളിലെ VCമാർ ഇത്തരത്തിൽ സംഘപരിവാർ പരിപാടികളിൽ പങ്കെടുക്കുന്നു. നിലപാട്. മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം.